നമസ്കാരം. അങ്ങനെ 17ാമത്തെ IPL സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ CSK തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. 35 റൺസിനാണ് CSK ഗുജറാത്ത് തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് 3 വിക്കറ്റിന് 231 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ CSK 8 വിക്കറ്റിന് 196 റൺസാണ് നേടിയത്. പ്ലേ ഓഫിനോട് തൊട്ടടുത്ത് നിൽക്കവേ അത് തന്നെയാണ് CSKയുടെ കയ്യിൽ നിന്ന് പോയതെന്ന് പറയാം. CSKയുടെ തോൽവി ടീമിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. എന്നാൽ തോൽവിക്കിടയിലും CSK ആരാധകരെ സന്തോഷിപ്പിച്ചത് MS ധോണിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയായിരുന്നു. അത് കണ്ടിരിക്കുകയായിരുന്നു പ്രേക്ഷകരെല്ലാവരും. 8ാമനായി എത്തിയ ധോണി 11 പന്തിൽ 26 റൺസോടെ പുറത്താവാതെ നിന്നു. ധോണിയുടെ വെടിക്കെട്ട് കാത്തിരുന്നവർക്ക് നിരാശരാക്കാതെ 3 സിക്സും 1 4ഉമാണ് ധോണി പുറത്തിറക്കിയത്. 20ാം ഓവർ എറിയാനെത്തിയ റാഷിദ് ഖാന്റെ ഓവറിൽ 2 തുടർ സിക്സുകൾ പറത്താനും ധോണിക്കായി. 251 സിക്സുകളുമായി നിലവിൽ IPL കളിക്കുന്ന ഇന്ത്യൻ താരങ്ങളിൽ കൂടുതൽ സിക്സർ നേടുന്ന 3ാമത്തെ താരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ MS ധോണി. ധോണിയുടെ ഒറ്റ കൈ സിക്സും കാണാനായിട്ടുണ്ടായിരുന്നു. ഇത് വളരെയധികം റെയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം കാണുന്ന ഈ ഒരു കൈ സിക്സ് കാണാനായി ആവേശത്തോടെയായിരുന്നു പ്രേക്ഷകർ അവിടെ ഗാലറിയിൽ ഇരുന്നത്. അവസാന 2 ഇന്നിംഗ്സിലും കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ ധോണിക്ക് സാധിച്ചിരുന്നില്ല എന്ന് പറയാം. എന്നാൽ വീണ്ടും തകർപ്പൻ പ്രകടനത്തോടെ ധോണി കയ്യടി നേടിയിരിക്കുകയാണെന്ന് പറയണം. ധോണിക്ക് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ടില്ല എങ്കിലും ധോണിയുടെ ക്യാമിയോ ആരാധകരെ വളരെയധികം ആവേശത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഫിനിഷർ റോളിൽ തന്റെ മികവ് എന്താണെന്ന് ഒരിക്കൽ കൂടി കാട്ടാൻ ധോണിക്ക് സാധിച്ചിരിക്കുകയാണെന്ന് പറയാം. മത്സരശേഷം ധോണിയുടെ കാലിൽ തൊട്ട് നമസ്കരിക്കാൻ ഒരു ആരാധകൻ മൈതാനത്തേക്ക് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വീഡിയോയും വൈറലായിട്ടുണ്ട്. എവേ മത്സരത്തിൽ ധോണിക്കായി ആർപ്പ് വിളിക്കാൻ ഇപ്പോഴും നിരവധി ആരാധകരുണ്ടെന്നാണ് ഏറ്റവും ആവേശം നൽകുന്ന കാര്യം. അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ ഒരുപാട് ആരാധകരാണ് കളി കാണാൻ ഉണ്ടായിരുന്നത്. ഇവരെല്ലാം തന്നെ ധോണിയുടെ ബാറ്റിംഗ് കാണാൻ ആഗ്രഹിച്ചെത്തിയവരാണ്. CSKയ്ക്കായി ധോണി നേരത്തെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുന്നവരും ഏറെയാണ്. എന്നാൽ കാലിനേറ്റ പരിക്കിന്റെ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ധോണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വെടിക്കെട്ട് ബാറ്റിംഗ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വലിയൊരു ആവേശം തന്നെയാണ് നൽകുന്നത്. പരമാവധി വെടിക്കെട്ട് പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ആരാധകരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ധോണി എന്നും ആരാധകർ പറയുന്നു. അവസാന 2 ഓവറിലെ ധോണിയുടെ ബാറ്റിംഗ് മികവിനെ പകരം വെക്കാൻ ഇപ്പോഴും ആരുമില്ലെന്ന് പറയണം. എന്തായാലും അവസാന സീസണിൽ കപ്പോടെ ധോണിക്ക് യാത്രയപ്പ് നൽകാൻ CSKയ്ക്ക് സാധിക്കുമോ എന്നാണ് എല്ലാവരും നോക്കുന്ന കാര്യം. 2 മത്സരങ്ങളാണ് പ്ലേ ഓഫിന് മുമ്പ് CSK ശേഷിക്കുന്നത്. ഈ 2 മത്സരങ്ങളിലും വമ്പൻ ജയം നേടാതെ CSKയ്ക്ക് പ്ലേ ഓഫിലേക്ക് എത്താനാകില്ല. നിലവിൽ 12 മത്സരത്തിൽ നിന്ന് 12 പോയിന്റുള്ള CSK 4ാം സ്ഥാനത്താണ്. അവസാന 2 മത്സരങ്ങളിൽ വമ്പൻ ജയവും CSKയ്ക്ക് നേടാനായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം CSKയ്ക്ക് പ്ലേ ഓഫിലേക്ക് എത്താനാകില്ല. ഒരു മത്സരത്തിൽ തോറ്റാൽ പോലും CSKയുടെ പ്ലേ ഓഫ് സാധ്യതയെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട് ഉറപ്പാണ്. ഗുജറാത്തിനോട് വലിയ തോൽവിയാണ് CSKയ്ക്ക് നേരിടേണ്ടി വന്നത്. ശുഭ്മൻ ഗില്ലിന്റെയും സായി സുദർശന്റെയും സെഞ്ചുറി പ്രകടനങ്ങളാണ് ഗുജറാത്തിന് കരുത്തായി മാറിയത്. ശുഭ്മൻ ഗില്ല് 104ഉം സായി സുദർശൻ 103ഉമാണ് അടിച്ചെടുത്തത്. ഗുജറാത്തിന് ഇതാണ് കരുത്തായി മാറിയ സ്കോറും. CSKയുടെ ബൌളിംഗ് നിരയിൽ സൂപ്പർ പേസർമാരുടെ അഭാവം ഉണ്ടായത് ടീമിനെ പ്രതികൂലമായി ബാധിച്ചു. മതീഷ പതിരാനെയും മുസ്തഫിസുർ റഹ്മാനും ദേശീയ ടീമിലേക്ക് പോയപ്പോൾ ദീപക് ചഹാർ പരിക്കിന്റെ പിടിയിലുമായി. ഇത് CSKയ്ക്ക് കാര്യമായി ബാധിക്കുന്നുമുണ്ടെന്ന് ഇന്നലത്തെ കളിയിലൂടെ നമുക്ക് എല്ലാവർക്കും ബോധ്യമായി.